ഹലോ ഹായ് നമസ്കാരം, ഞാൻ സുബേഷാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാർ വഴി വട്ടവടയിലേക്കാണ്. ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് മാസമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ തണുപ്പ് മാറി ഇതുവരെ കാണാത്തക്ക രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. മുൻപ് നമ്മൾ മൂന്നാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് മൂന്നാറൊന്നും നമ്മൾ കാണിക്കുന്നില്ല, നേരെ വട്ടവടയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് വട്ടവട റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണിത്. ധാരാളം തേയിലത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ് നമ്മളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്നത്. അങ്ങ് താഴെയായി കുറേ ലയങ്ങളൊക്കെ കാണാൻ കഴിയും. കൂടെ ഒരു അമ്പലവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഗ്രാമത്തിലേക്കുള്ള റോഡിൻ്റെ പണി നടക്കുന്നതിൽ നമുക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എത്ര യാത്ര ചെയ്താലും നമ്മളെ മടുപ്പിക്കാത്ത ഒരു യാത്രയാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്രകൾ. മൂന്നാറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ളത്. വട്ടവട ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് യൂക്കാലി മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ നിർത്തുകയോ കാടിനുള്ളിൽ കയറാൻ ശ്രമിക്കുകയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യരുതെന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് നിർദ്ദേശം തന്നിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ വട്ടവട എന്ന സുന്ദര ഗ്രാമത്തിലെത്തി. മൂന്നാറിലെ ചൂടിൽ നിന്നും വട്ടവട എത്തിയപ്പോൾ അസാധ്യമായ തണുപ്പാണ് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഫ്രൂട്ട്സ് ഗ്രാമം എന്നാണ് വട്ടവട അറിയപ്പെടുന്നത്. സ്ട്രോബെറിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. ഇവിടുത്തെ തട്ടുതട്ടായിട്ടുള്ള കൃഷി അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും മറ്റും ഹൈദരലിയുടെ പടയോട്ടകാലത്ത് പലായനം ചെയ്തവരാണ് വട്ടവടയിലെ മുൻതലമുറക്കാർ എന്ന് കരുതപ്പെടുന്നു. അക്കാലത്ത് കൊടും കാടായിരുന്ന ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഇന്നത്തെ രീതിയിലുള്ള കൃഷിയിടമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. വട്ടവട പഞ്ചായത്തിൽ ഏകദേശം 6 ഗ്രാമങ്ങളാണ് ഉള്ളത്. വട്ടവട, കോലൂർ, ചിലന്തിയാർ, പഴന്തോട്ടം, കടവരി, കൊടാക്കം എന്നിവയാണവ. അങ്ങനെ നമ്മൾ വട്ടവടയിലെ കൃഷിയിടത്തിലേക്കുള്ള യാത്രയിലാണ്. ഒട്ടും വികസനമെത്താത്ത മോശം റോഡുകളൊക്കെയുള്ള ഒരു ഗ്രാമം എന്ന് തന്നെ വട്ടവട പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരിടത്തൊരു സ്ട്രോബെറി തോട്ടം കണ്ടു. ഇവിടെ ഒരിടത്തല്ല, പലയിടത്തും നമ്മൾ കണ്ടിരുന്നു. അവിടെ ഒരിടത്ത് നമ്മൾ വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങുവാണ്. അല്ല വലിക്കത്തില്ലപ്പാ. ഇതാണ് അങ്ങോട്ടത്തേക്കുള്ള വഴി. വലിക്കത്തില്ല വന്നപ്പാ. ഇവിടെ എല്ലാം ധാരാളം തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാനങ്ങനെ ശ്രീലങ്കയും പഞ്ചാബയും ഇവിടെ നിർത്തിയിട്ട് താഴോട്ട് നടന്നു. കാരണം ഇവിടെ ചെറിയ ഭയങ്കര വഴുക്കമുള്ള വഴിയാണ്. മണ്ണായതുകൊണ്ട് തെറ്റിപ്പോകും. അവിടെ ഒരു അപ്പച്ചൻ നിൽപ്പുണ്ട്. അപ്പച്ചനോട് ഒരു 250 ഗ്രാം, അധികമൊന്നും നമുക്ക് വേണ്ട, ടേസ്റ്റ് നോക്കാൻ 250 ഗ്രാം തരാൻ പറഞ്ഞു. നോക്കാം, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കട്ടു. അങ്ങനെ ഈ അപ്പച്ചനോട് പറഞ്ഞിട്ട് ഒരു 250 ഗ്രാം സ്ട്രോബെറി മേടിച്ചു. ഭയങ്കരമായിട്ട് ചുമ. ഞാൻ കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് വളമ മറന്നില്ല. ഇല്ലില്ല, ചാണി വളമ നമ്മൾക്ക് കണ്ണിക്കാലുണ്ട്, ചാണി വളമുണ്ട്. അപ്പച്ചൻ പറയുന്നത് ഈ സ്ട്രോബെറിക്ക് അപ്പച്ചൻ കൃത്രിമമായിട്ടുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത്.
ഞങ്ങളങ്ങനെ സ്ട്രോബെറി വാങ്ങിച്ചതുകൊണ്ട് കുഞ്ഞാവ സ്ട്രോബെറി തിന്നുവാണ്. നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ വാവേ? ആണോ? സൂപ്പറാണോ? ആ കുഞ്ഞിന് പുളിക്കുന്നുണ്ട്. സൂപ്പറാണോ? അപ്പോൾ ഞങ്ങൾ ഇനി മേപ്പോട്ട് പോകുന്നില്ല. മേളിൽ പോയാൽ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ റോഡ് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഞങ്ങൾ മേളിലോട്ട് പോകണ്ടെന്ന് വെച്ചു. ഉണ്ടോ 2 ദിവസം കൊണ്ട് വയറ് ചാടി വണ്ടി ഓടിച്ചോടിച്ച്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വട്ടവട കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ബൈ.